إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് ജീവിക്കുകയും അങ്ങനെ തന്നെ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കണക്കില്ലാത്ത അത്രയും അനുഗ്രഹങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹത്തിനും അതിന് ഒരു വില നിശ്ചയിക്കാൻ നമുക്ക് സാധ്യമല്ല. അത്രയും അധികം വലിയ വലിയ അനുഗ്രഹങ്ങളാണ് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകിയിട്ടുള്ളത്. ഈ അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിനോട് ദുർബലരായ നമ്മെ സംബന്ധിച്ചിടത്തോളം, അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിനോട് നന്ദി കാണിക്കുക എന്നുള്ളത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ സൂറത്തു ഇബ്രാഹിമിൽ നമുക്ക് കാണാം, വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വാക്ക് തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. ആകാശഭൂമികളുടെ സർവചരാചരങ്ങളുടെയും രാജാവായ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, എല്ലാത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവന്റെ വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. അതുകൊണ്ട് തന്നെ റബ്ബ് നൽകുന്ന വാഗ്ദാനം എന്താണ്? ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഓരോ നിഅമത്തുകൾക്കും നാം നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നകും, അല്ലാഹു തആല നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്കത് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം ലഅസീദന്ന, അറബി ഭാഷയിൽ ഏറ്റവും നല്ല സ്ട്രോങ്ങിൽ ശക്തമായി കൊണ്ട് പറയാൻ വേണ്ടി പ്രയോഗിക്കുന്ന പ്രയോഗമാണ്. ആ പ്രയോഗം ലഅസീദന്നകും,
ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. ഉറപ്പിച്ചും തറപ്പിച്ചും റബ്ബ് അവന്റെ അടിമകൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഇത്രയുമെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ട്, ആ അനുഗ്രഹങ്ങളെല്ലാം നൽകിയിട്ട് അതിന് നന്ദി കാണിക്കാതെ, ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദികേട് കാണിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ അവർക്ക് അല്ലാഹു തആല അവരോട് ഒരു വാണിംഗും നൽകുന്നുണ്ട്. അതെന്താണ്? വലഇൻ കഫർതും, നിങ്ങളെങ്ങാനും നന്ദികേട് കാണിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എന്റെ ശിക്ഷ കഠോരമാണ്. അതൊരാൾക്കും സഹിക്കാൻ സാധ്യമല്ല, അതൊരാൾക്കും തടുക്കാൻ സാധ്യമല്ല. റഹ്മാനായ റബ്ബാണ് സുഹൃത്തുക്കളെ ഈ പറയുന്നത്. എന്താ റബ്ബ് പറയുന്നത്? ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി കാണിക്കുകയാണോ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു തആല അടിമകൾക്ക് ഏറ്റി നൽകുന്നതാണ്. എന്നാൽ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുകയാണെങ്കിലോ ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എന്റെ ശിക്ഷ കഠോരമാണ്. അത് അങ്ങേയറ്റം ശക്തിയുള്ളതാണ്, ഒരാൾക്കും സഹിക്കാൻ കഴിയില്ല. അപ്പൊ അല്ലാഹു തആല നമുക്ക് നൽകിയ ഏത് അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾ കൃത്യമായ രൂപത്തിൽ തന്നെ നന്ദി കാണിക്കേണ്ടവരാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകിയ വലിയ ഒരു നിഅമത്താണ് സമയം എന്ന് പറയുന്നത്, നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. ആ സമയത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിന്റെ മഹത്വത്തെ സംബന്ധിച്ചെല്ലാം നമുക്ക് ഉണർത്തി തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ പല സ്ഥലങ്ങളിലൂടെയും പരിശോധിക്കുമ്പോൾ അല്ലാഹു തആല പല സമയങ്ങളെയും സത്യം ചെയ്ത് പറയുന്നുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളെ വെച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയും. എന്നാൽ പടപ്പുകൾക്ക് സൃഷ്ടികളെ വെച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയാൻ പാടില്ല. മുഹയ്യിദ്ദീൻ ഷെയ്ഖാണ് സത്യം, ബദരീങ്ങളാണ് സത്യം, എന്റെ ഉമ്മയാണ് സത്യം, ഉപ്പയാണ് സത്യം എന്നിങ്ങനെ പടപ്പുകളെ വെച്ചുകൊണ്ട് സത്യം ചെയ്യൽ ശിർക്കാണ്. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, ആര് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നു അവൻ ശിർക്ക് ചെയ്തു എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചുള്ളത്. എന്നാൽ അല്ലാഹു തആല അവന്റെ സൃഷ്ടികളെ വെച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയും. എന്തുകൊണ്ടാണോ അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്നത്, അതിന് വലിയ സ്ഥാനവും മഹത്വവും പ്രത്യേകതയും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനിൽ നമുക്ക് കാണാം, വല്ലൈലി ഇദാ യഗ്ശാ, രാത്രിയെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു. വന്നഹാരി ഇദാ തജല്ല, പകലിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു. വദ്ദുഹാ, ദുഹാ സമയത്തെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു. വൽ ഫജ്ർ, പ്രഭാതത്തെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു. ഈ പ്രത്യേകം അല്ലാഹു തആല എടുത്തു പറഞ്ഞ ഈ സമയങ്ങൾക്കൊക്കെയും അതിൻ്റെതായ സ്ഥാനവും മഹത്വവും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അല്ലാഹു തആല ഓരോ സമയങ്ങൾക്കും വലിയ സ്ഥാനവും വലിയ വിലയുമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതകാലത്ത് നൽകിയിട്ടുള്ള ഈ സമയത്ത് ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷങ്ങളും അത് വിലപ്പെട്ടതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ്. അത് ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല. പരലോകത്തേക്ക് ആഖിറത്തേക്ക് മുതൽക്കൂട്ടാക്കാൻ ഓരോ ലഹ്വകളും ഓരോ നിമിഷങ്ങളും നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറയുന്നത് നമുക്ക് കാണാം, യംബഗീ ലിൽ ഇൻസാനി അൻ യഅരിഫ ശറഫ സമാനിഹി വഖദ്റ വഖ്തിഹി. ഓരോ മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയുസ്സിൽ നൽകിയിട്ടുള്ള സ്ഥാനവും അതുപോലെ തന്നെ സമയവുമെല്ലാം കൃത്യമായി കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. ഒരിക്കലും തന്നെ നല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫലാ യുദിഉ മിൻഹു ലഹ്ള ഫീ ഗൈരി ഖുർബ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സാമീപ്യം നേടുന്ന വിഷയത്തിലല്ലാതെ ഒരു വിശ്വാസി അവന്റെ ഒരു നിമിഷം പോലും പാഴാക്കുകയില്ല എന്നാണ്. എന്നിട്ട് ആ വിശ്വാസികൾ എന്തായിരിക്കും ചെയ്യുക? വയഖ്ദിമു ഫീഹിൽ അഫ്ദല, അവർ ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യങ്ങൾ ചെയ്യും. ഫൽ അഫ്ദലു മിനൽ ഖൗലി വൽ അമൽ, ഏറ്റവും നല്ല വാക്കുകളും ഏറ്റവും നല്ല പ്രവർത്തികളും ചെയ്തുകൊണ്ട് അവരുടെ ഓരോ നിമിഷത്തെയും അവർ പ്രയോജനപ്പെടുത്തും എന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നുണ്ട്, നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മഹ്ശറിൽ, മഹ്ശറാ വൻസഭയിൽ അവന്റെ അടിമകൾ എല്ലാവരും, കോടാനുകോടി മനുഷ്യരെ മുഴുവനും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി നിർത്തുന്ന സമയത്ത് അല്ലാഹു തആല വിചാരണ ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ലാ തസൂലു ഖദമു അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ അർബഅ. 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു അടിമയും അനങ്ങാൻ അവർക്ക് സാധ്യമല്ല. ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ, ആ മഹ്ശറാ വൻസഭയിൽ വെച്ച് ഒരാൾക്കും അവരുടെ കാൽ അനക്കാൻ സാധിക്കുകയില്ല. 4 കാര്യങ്ങൾ റഹ്മാനായ റബ്ബ് അവരോട് വിചാരണ നടത്തും, അതിന് മറുപടി പറഞ്ഞിട്ടല്ലാതെ എന്ന്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓരോന്നും നമുക്ക് എണ്ണിത്തന്നു. ഒന്നാമത്തത് പറഞ്ഞു, അൻജസദിഹി, നമ്മുടെ ശരീരത്തെ കുറിച്ച് അല്ലാഹു തആല ചോദിക്കും. ഫീമാ അബ്ലാ, നമ്മുടെ ശരീരം എന്തിലാണ് അത് നശിപ്പിച്ചു തീർത്തത് എന്ന്. അല്ലാഹു തആല നമുക്ക് ആരോഗ്യം തന്നിട്ട് ആ ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു, അത് നമുക്ക് പരലോകത്ത് പ്രയോജനപ്പെടും. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് കൊണ്ട് എത്രത്തോളം നമ്മൾ ജീവിച്ചിട്ടുണ്ട്, അതും ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടും. അതല്ല, അല്ലാഹു തആല നമുക്ക് ആരോഗ്യവും കഴിവുമെല്ലാം തന്നിട്ടും നമ്മൾ അതൊന്നും അല്ലാഹുവിന്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കാനോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്താനോ നമ്മൾ മുന്നോട്ട് വന്നിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, മഹ്ശറിൽ നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ശരീരത്തെ കുറിച്ച് റബ്ബ് ചോദിക്കും. ഫീമാ അബ്ലാ, അത് എന്ത് കാര്യത്തിലാണ് നമ്മൾ നശിപ്പിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയോ, വഉംരിഹി, നമ്മുടെ ആയുസ്സിനെ കുറിച്ചാണ് ചോദിക്കുക. നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, പലപ്പോഴും ഇന്നത്തെ തലമുറ, ഇന്ന് വളർന്നു വരുന്ന, അത് ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരുടെ കയ്യിലും മിനി സ്ക്രീനുകളാണ്, മൊബൈലുകളാണ്. എല്ലാവരും സ്ക്രീനിൽ നോക്കിക്കൊണ്ട് സമയം പാഴാക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികളാണെങ്കിൽ വീട്ടിന്റെ ഏതെങ്കിലും ഒരു മൂലയിരുന്ന് ഗെയിം കളിച്ചുകൊണ്ട് സമയം കളയുന്നു. കുറച്ചുകൂടെ മുതിർന്നാലോ അവരതാ പലതിന്റെയും മരച്ചുവട്ടിലും അതുപോലെ തന്നെ റോഡ് സൈഡിലും പാലത്തിലും ഒക്കെ കയറി കുത്തിരുന്നിട്ട് അവര് ഷോർട്സുകളും അതുപോലെ തന്നെ റീൽസുകളും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമുകളും അങ്ങനെ സോഷ്യൽ മീഡിയകളിൽ തോണ്ടി സമയം കളയുകയാണ്. അങ്ങനെ എല്ലാവരും ഇന്ന് മൊബൈലിലാണ്. അല്ലാഹു തആല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്, വഅൻ ഉംരിഹി, നമ്മുടെ വയസ്സിനെ കുറിച്ച്, ആയുസ്സിനെ കുറിച്ച് അല്ലാഹു തആല ചോദ്യം ചെയ്യും. എന്നിട്ട് എന്താ ചോദിക്കുന്നത്, ഫീമാ അഫ്നാഹു, അത് എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന്. നമുക്ക് എന്ത് മറുപടി പറയാനുണ്ടാകും സുഹൃത്തുക്കളെ, ആലോചിച്ചു നോക്കൂ. ഇത്ര കാലം ജീവിക്കാൻ 15 വയസ്സ് കഴിഞ്ഞു, 20 വയസ്സ് കഴിഞ്ഞു, അതുപോലെ തന്നെ യൗവനവും വാർദ്ധക്യ, അതുപോലെ തന്നെ വലിയ പ്രായമൊക്കെയായി. നമ്മൾ എന്ത് ചെയ്തു? ഈ നിമിഷമെങ്ങാനും നമ്മൾ സഖറാത്തിലേക്ക് ചെന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യില്ലേ? മഹ്ശറിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം നടത്തുമ്പോ അടിമകളായ പാവങ്ങളായ നമുക്ക് എന്ത് മറുപടി പറയാനുണ്ട് സുഹൃത്തുക്കളെ? നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞയാഴ്ച നമ്മൾ മനസ്സിലാക്കി, നമ്മൾ പല കാഴ്ചകളും കണ്ടു. എത്ര പെട്ടെന്ന് ഓരോ അപകടങ്ങൾ വരുന്നത്, എന്തെല്ലാം വാർത്തകളാ നമ്മൾ കേൾക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നവർ പലപ്പോഴും മയ്യത്തായിട്ടല്ലേ വീട്ടിലേക്ക് കടന്നു വരുന്നത്. എന്തെല്ലാം അപകടങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ കൂടെ കളിച്ചു വളർന്നവർ, നമ്മുടെ കൂടെ ജോലി ചെയ്തവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, സ്നേഹിതന്മാർ, എത്ര പേരിന്ന് മണ്ണിനടിയിലാണ്. ആരെങ്കിലും പ്രതീക്ഷിച്ചോ, അവരാരെങ്കിലും വിചാരിച്ചോ ഞാനിപ്പോൾ മരിക്കേണ്ടി വരുമെന്ന്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആലോചിക്കുക. ആഖിറത്തിന് വേണ്ടി ആലോചിക്കുക, നരക വിമോചനത്തിന് വേണ്ടി ആലോചിക്കുക, സ്വർഗപ്രവേശനത്തിന് വേണ്ടി നമ്മൾ ആലോചിക്കുക. നമ്മൾ എന്ത് ചെയ്തു? ആയുസ്സിനെ കുറിച്ച് റഹ്മാനായ റബ്ബ് ചോദ്യം ചെയ്യുമ്പോൾ ഈ ആയുഷ്കാലത്ത് നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാലിഹി, സമ്പത്തിനെ കുറിച്ചും ചോദിക്കും. നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബഹു, സമ്പത്തിനെ കുറിച്ച് ചോദിക്കുക, അത് എങ്ങനെ ഉണ്ടാക്കിയെന്നാണ്.
അതുപോലെ തന്നെ വഫീ അയ്യി ഷൈഇൻ അൻഫഖഹു, ഏത് കാര്യത്തിൽ അത് ചെലവഴിച്ചു, വരവും ചെലവും ഒക്കെ ബോധ്യപ്പെടുത്തേണ്ടി വരും റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ. ഇവിടുന്ന് പലരെയും പറ്റിച്ചുകൊണ്ട് കള്ളക്കണക്കുകളിലൂടെയും അതുപോലെ തന്നെ കള്ള സൈൻ ചെയ്തുമൊക്കെ പല രൂപത്തിലും പലർക്കും പല രൂപത്തിലും സമ്പാദിക്കാൻ സാധിക്കും, പല രൂപത്തിലും. പക്ഷേ എല്ലാം കാണുന്ന റഹ്മാനായ റബ്ബ്, എല്ലാം അറിയുന്ന അലീമായ റബ്ബ്, ആ റബ്ബ് ചോദിക്കും, സുഹൃത്തുക്കളെ ഇതെങ്ങനെ വന്നു, എങ്ങനെ കിട്ടി, എങ്ങനെ ചെലവഴിച്ചു? മറുപടി പറയേണ്ടി വരും. ഓരോ ഫിൽസിനും ഓരോ നാണയത്തുട്ടിനും റഹ്മാനായ റബ്ബ് നമ്മളെ ചോദ്യം ചെയ്യും നമ്മളെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി കൊണ്ട് പറഞ്ഞു, വഅൻ ഇൽമിഹി, നമ്മുടെ അറിവിനെ കുറിച്ച്, മതപരമായ അറിവിനെ കുറിച്ച് അല്ലാഹു തആല ചോദിക്കും. എന്താ ചോദിക്കുന്നത്? കൈഫ അമില ഫീഹി, ആ അമലനുസരിച്ച് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കും റബ്ബ്. നമ്മളൊക്കെ ഖുതുബകളിലൂടെയും ക്ലാസുകളിലൂടെയും ഒക്കെ അള്ളാഹുവിന്റെ ദീന് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്, അതിനൊക്കെ ഭാഗ്യം ലഭിച്ചവരാണ്. ഇതെല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ ഒഴിവാക്കി പോകുന്ന, അല്ലെങ്കിൽ പള്ളി ജുമുഅക്ക് വരുമ്പോൾ ജുമുഅക്ക് ശേഷം എല്ലാം കാറ്റിൽ പറത്തിക്കളയുന്ന, ഓരോ ആഴ്ചയിലും ഒന്നിങ്ങനെ കേൾക്കേണ്ട ഒരു യാന്ത്രികമായ ഒരു ചടങ്ങായിക്കൊണ്ടാണ് പലപ്പോഴും പല ആളുകളും ഇതിനെയൊക്കെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഅൻ ഇൽമിഹി, നമ്മുടെ അറിവിനെ കുറിച്ച്, ഇൽമിനെ കുറിച്ച് അല്ലാഹു തആല ചോദിക്കും. ആ ഇൽമനുസരിച്ച് നമ്മൾ എന്ത് അമൽ ചെയ്തു എന്ന്, ഫർദുകളും സുന്നത്തുകളും ഒക്കെ ആയിക്കൊണ്ട് എത്രയെല്ലാം അമലുകൾ നമുക്കൊക്കെ ചെയ്യാറുണ്ട് പ്രിയമുള്ളവരെ. അതെല്ലാം കൃത്യമായ രൂപത്തിൽ ശ്രദ്ധിക്കുകയും നല്ല ശ്രദ്ധ നൽകുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈമാനും അമലുകളും ഒക്കെ മരണം വരെ നിലനിർത്തുമാറാവട്ടെ. പ്രിയമുള്ളവരെ, എന്നാൽ അതിലൊന്നും ഒരു അത്ര തന്നെ ഒരു വില നൽകാതെ അതെല്ലാം എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ചെയ്യുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും സൽബുദ്ധി നൽകുകയും ജീവിതാവസാനം വരെ ഈമാനും അമലുകളും ചെയ്തുകൊണ്ട് നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമയത്തെക്കുറിച്ച് അല്ലാഹു തആല ചോദിക്കും, ആയുസ്സിനെ കുറിച്ച് ചോദിക്കും എന്നാണ്. ആ ആയുസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാനുണ്ടാവണം. അല്ലെങ്കിലും ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമുക്കൊക്കെ ഒരു ചെറിയൊരു സമയം മാത്രമേ ഇവിടെ ജീവിക്കാനുള്ളൂ. ഈ ഒരു ജീവിതം തന്നെ എന്താ? അല്ലാഹു സുബ്ഹാനഹു അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആരാണ് എന്ന് അല്ലാഹു പരീക്ഷിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ എന്ത് ചെയ്യുക? നല്ല രൂപത്തിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. എല്ലാ ഹറാമുകളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക. നന്മയുടെ പാതയിലൂടെ മാത്രം സഞ്ചരിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. പലപ്പോഴും ഒഴിവ് സമയങ്ങൾ നമുക്ക് പലപ്പോഴും ധാരാളം കിട്ടും. നമുക്കൊക്കെ ലീവായി കൊണ്ട് തന്നെ പലർക്കും ദിവസങ്ങളുണ്ട്. എത്രയോ ആളുകൾ ശരിയായ രൂപത്തിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത രൂപത്തിൽ ജോലി ഭാരം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട്. പലപ്പോഴും ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന പല ആളുകളും രാത്രി 12 മണി വരെ ജോലി ചെയ്ത് സുബഹിക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റ് അവരുടെ ജോലി തുടങ്ങുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് സുഹൃത്തുക്കളെ. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്കൊക്കെ എത്ര ഫ്രീ ടൈമുകളാണ്, ഒഴിവ് സമയങ്ങളാണ് നമുക്കൊക്കെ ലഭിക്കുന്നത് എന്ന്. ഈ ഒഴിവ് സമയത്ത് എന്താ നമ്മൾ ചെയ്യുക? അത് വെറുതെ തോണ്ടി ആണ് കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്. 2 നിഅമത്തുകളുണ്ട്. ആ നിഅമത്തുകളെ കുറിച്ച് അധിക ആളുകളും അശ്രദ്ധയിലാണ്, വഞ്ചിതരാണ്.
ഏതാ അനുഗ്രഹങ്ങളെന്നോ? അസ്സിഹ, ഒന്ന് ആരോഗ്യമാണ്, വൽ ഫറാഗ്, രണ്ടാമത്തത് ഒഴിവ് സമയമാണ്. ഇതിനെക്കുറിച്ച് പലരും അശ്രദ്ധയിലാണ് അല്ലേ? നമ്മളൊക്കെ ആരോഗ്യം നമ്മൾ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നതിനും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്നത് എത്രയാണ് എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടിക്കൂടെ, മനസ്സിലാക്കിക്കൂടെ? നമ്മളൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീന് ദഅവത്ത് നടക്കുന്ന വിഷയത്തിൽ നമ്മളൊക്കെ എത്രത്തോളം അതിനൊക്കെ തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഒന്ന് ആലോചിച്ചു. ഇന്ന് വരെ ഒരാളോട് പോലും അള്ളാഹുവിന്റെ ദീനിന്റെ സത്യസന്ദേശം പറയേണ്ട സമയത്ത് പറയാത്ത എത്ര ആളുകൾ ഉണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ആരോഗ്യവും അതിനുവേണ്ടി നടക്കാനും അതിനുവേണ്ടിയുള്ള ജോലികൾ ചെയ്യാനും ഒക്കെ നമ്മളെ കൊണ്ട് നമ്മൾ എത്രത്തോളം അതിനൊക്കെ ഉത്സാഹം കാണിക്കുന്നുണ്ട്, അതിനൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് നമുക്കൊക്കെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. സുഹൃത്തുക്കളെ, റബ്ബ് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കും നമ്മളോട്. നേരത്തെ ഫസ്റ്റ് ആദ്യം ഓതി വെച്ച ആയത്തെന്താ? ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏതേത് നിഅമത്തുകളുണ്ടോ ആ നിഅമത്തുകൾക്ക് നന്ദി കാണിച്ചാൽ അല്ലാഹു കൂടുതൽ വർദ്ധിപ്പിച്ചു തരും. എന്നാൽ വലഇൻ കഫർതും, നന്ദികേട് കാണിച്ചാലോ? അല്ലാഹു തആല നമുക്ക് തന്ന നിഅമത്തുകളാണ് ഈ ഒഴിവ് സമയവും ആരോഗ്യമൊക്കെ. അത് നിഅമത്തായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിനൊക്കെ നന്ദികേട് കാണിച്ചാലോ? ഇന്ന അദാബി ലശദീദ്, ഇന്ന അദാബി ലശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ അതികഠിനമാണ്, അത് ശദീദാണ്, ശക്തമാണ്. ഒരാൾക്കും അതിന്റെ മുന്നിൽ തടുത്തു നിർത്താനോ അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനോ കഴിയില്ല. അതുകൊണ്ട് നമ്മളൊക്കെ അതിനെ സംബന്ധിച്ച് നന്നായി ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമയത്തെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ധാരണ വേണം. ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ശരിക്കൊന്ന് ആലോചിക്കുക. ഓരോ ദിവസവും ഒഴിഞ്ഞിരുന്ന് നമുക്ക് കിട്ടിയ സമയത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ ദീനിൽ പറഞ്ഞിട്ടുള്ള എന്തെല്ലാം നിയമങ്ങളിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? നമ്മൾ ശരിക്ക് ആലോചിക്കണം. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, മുൻഗാമികളായ മഹത്തുക്കൾ, സലഫുകൾ, സഹാബിമാരൊക്കെ എത്രത്തോളം ആണ് തങ്ങളുടെ സമയത്തെ സംബന്ധിച്ച് വ്യാകുലതപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയാണ്, മാ നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജ്ലി വലം യസ്ദിദ് ഫീഹി അമലി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഞാൻ ദുഃഖിക്കുന്ന ഒരു വിഷയം എന്താണെന്നറിയോ? മഹാനവറുകൾ പറയാണ്, ഞാൻ ദുഃഖിക്കും. എന്തിനെ കുറിച്ച് ഓർത്തിട്ടാ ദുഃഖിക്കുന്നത്? നഖസ ഫീഹി അജ്ലി, എന്റെ ആയുസ് കുറഞ്ഞു. പക്ഷേ വലം യസ്ദിദ് ഫീഹി അമലി, അമലുകളിൽ ഒന്നും തന്നെ എനിക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഓരോ ദിവസവും സൂര്യാസ്തമയം കഴിയുമ്പോ ആലോചിച്ച് സങ്കടപ്പെടാറുണ്ട്, ദുഃഖിക്കാറുണ്ട് എന്ന് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, അല്ലൈലു വന്നഹാറു യഅമലാനി ഫീക് ഫഅമിൽ ഫീഹിമാ. അല്ല മനുഷ്യ, രാവും പകലുമൊക്കെ നിന്റെ ജീവിതത്തിൽ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ അതുകൊണ്ട് ഫഅമൽ ഫീഹിമാ, ആ രാവിലും പകലിലും ഒക്കെ നീയും അമൽ ചെയ്തോ എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇദാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. സമയം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് മരണത്തെക്കാൾ കാഠിന്യമാണ്. കാരണം എന്താണെന്നറിയോ? വകുല്ലു ലഹ്ളത്തിൻ തമുറു ലൈസ ഫിൽ ഇംകാനി ഇസ്തിഅദാദുഹാ.
സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് എന്താ? സമയം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് അത് നിന്നെ അള്ളാഹുവിൽ നിന്നും ആഖിറത്തെ തൊട്ടുമാണ് നീ മുറിച്ചു കളയുന്നത്. സമയം നഷ്ടപ്പെടുത്തുന്നതിലൂടെ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധമാണ് അവിടെ നമ്മൾ മുറിച്ചു കളയുന്നത്. അതുപോലെ തന്നെ ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടുണ്ടാക്കുന്ന ആ വിഷയത്തിലുമാണ് നമ്മൾ സമയം പാഴാക്കുന്നതിലൂടെ നമ്മൾ മുറിച്ചു കളയുന്നത് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. മാത്രവുമല്ല വൽ മൗതു, എന്നാൽ മരണം എന്തേ ഉള്ളൂ, യഖ്തഉക അനി ദുനിയാ വ അഹ്ലിഹാ, നിന്റെ ദുനിയാവിനെ തൊട്ടും നിന്റെ കുടുംബത്തെ തൊട്ടും മാത്രമേ മുറിച്ചു കളയുന്നുള്ളൂ. അള്ളാഹുവിൽ നിന്ന് നിന്നെ മുറിച്ചു കളയുന്നില്ല. പക്ഷേ സമയം അത് നീ നഷ്ടപ്പെടുത്തിയാൽ, കാരണം എന്താ, സമയം വെറുതെ തൊലച്ചു കളയുമ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാത്ത ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാകുക. അള്ളാഹുവിനെ തൊട്ട് നമ്മൾ ആ ഒരു ബന്ധം മുറിച്ചതുപോലെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ സമയത്തെക്കുറിച്ച് നമുക്ക് നല്ല ഒരു കാഴ്ചപ്പാടും ഒരു ബോധവും നമുക്ക് വേണം. ഇതൊക്കെ റബ്ബ് നമുക്ക് തന്ന വലിയൊരു നിഅമത്താണ്. ഈ നിഅമത്തിനെ കുറിച്ച് റബ്ബ് ചോദിക്കും. അതിന് കൃത്യമായ മറുപടി നമ്മൾ പറഞ്ഞേ പറ്റൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുഷ്കാലത്തിലെ ഓരോ നിമിഷങ്ങളും ആഖിറത്തിലേക്ക് നന്മകൾ ചെയ്തുകൊണ്ട് സ്വർഗപ്രവേശനത്തിനുതകുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ കാത്തു സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഒഴിവ് സമയങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടാക്കാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത്. ഖുർആൻ പഠിക്കുക, ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഖുർആനിൽ ഒരു അക്ഷരം പാരായണം ചെയ്താൽ 10 കൂലി കിട്ടുന്ന, ഒരക്ഷരം ഓതിയാൽ 10 കൂലി കിട്ടും. നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരു സൂറത്ത് നമ്മൾ ഹിഫ്ളാക്കാൻ വിചാരിച്ചു. അപ്പൊ ഒരു ആയത്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 10, 15, 20 പ്രാവശ്യം ഓതേണ്ടി വരും. അതൊന്നും നമുക്ക് നഷ്ടമില്ല. ഓരോ അക്ഷരത്തിനും 10 കൂലി വെച്ച് റഹ്മാനായ റബ്ബ് നമുക്ക് തരുമ്പോൾ ഒരു ആയത്ത് പഠിക്കുന്നതിലൂടെ പ്രിയമുള്ളവരെ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന കൂലിയുടെ കണക്കെത്രയായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഒഴിവ് സമയങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മൾ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ. അത് വെറും ഒരു സംസാരം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ. കൂലി വാരിക്കോരി നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരവസരമാണ് വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത്. പലപ്പോഴും കഴിഞ്ഞ റമദാനിൽ ഖുർആൻ മടക്കി വെച്ചിട്ട് ഇന്ന് വരെ ഖുർആനിന്റെ പേജുകൾ തുറക്കാത്ത പല ആളുകളും ഉണ്ടാകും. അതിലൊക്കെ പെട്ടവരുണ്ടോ എന്നുള്ളതും ആലോചിക്കുക. അങ്ങനത്തെ ആളുകൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഞാനും റഹ്മാനായ റബ്ബും തമ്മിലുള്ള ബന്ധം ഇത്രയേ ഉള്ളൂ. അതിലൊക്കെ ഒരു മാറ്റം വരുത്തണ്ടേ പ്രിയമുള്ളവരെ? അതിലൊക്കെ ഒരു മാറ്റം വരുത്തണ്ടേ? അതുകൊണ്ട് നമ്മൾ ജീവിതകാലത്ത് മുഴുവനും, സമയം കിട്ടുന്ന സന്ദർഭങ്ങളിൽ മുഴുവനും വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സമയം കാണുക. നമുക്കൊരുപാട് കൂലി നമുക്കതിലൂടെ കരസ്ഥമാക്കാൻ സാധിക്കും. അതുപോലെ ദിക്റുകൾ എത്രയുണ്ട്, എത്ര ദിക്റുകളുണ്ട്, നമുക്കറിയാവുന്ന എത്ര ദിക്റുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര കൂലി കിട്ടുന്ന ദിക്റാണ് അതൊക്കെ. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ,
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം തുടങ്ങിയ മഹത്തരങ്ങളായ എത്രയെത്ര ദിക്റുകളാണ് നമുക്കൊക്കെ എല്ലാവർക്കും സുപരിചിതമായ ചെറിയ ചെറിയ ദിക്റുകളുണ്ട്. എത്ര കൂലിയാണ് അതുകൊണ്ടൊക്കെ നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ഒഴിവ് സമയത്ത് തോണ്ടി തോണ്ടി ആയുസ് കളയാതെ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ ദിവസത്തേക്കുള്ള നന്മകൾ ഉണ്ടാക്കാൻ പ്രിയമുള്ളവരെ നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹി അസ്സ വജല്ല. നിന്റെ നാവ് എപ്പോഴും അല്ലാഹുവിനെ ഓർക്കുന്ന ആ ഒരു നനവുള്ളതായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ. അപ്പോൾ ഒഴിവ് സമയങ്ങളൊക്കെ ഈ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആയുസ്സാണ് തീർന്നു പോകുന്നത്. ഓരോ സെക്കൻഡും തീർന്നു പോകുമ്പോൾ അത് നമുക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധ്യമല്ല. മരണത്തിന്റെ സമയത്ത് ഖേദിക്കേണ്ടി വരും. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. നഷ്ടപ്പെടുത്തിയതൊക്കെ ചെയ്യാമായിരുന്നല്ലോ എന്ന് കൊതിച്ചു പോകും. ഒരവസരം, അങ്ങനത്തെ ഒരു സന്ദർഭം വരാനുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥ വരാതിരിക്കാൻ, അത്തരത്തിലുള്ളൊരു പ്രയാസകരമായ ഒരു അവസ്ഥ മരണത്തിന്റെ സമയത്ത് വരാതിരിക്കാൻ ഉള്ള സമയത്ത്, ഉള്ള ആരോഗ്യ സമയത്ത് നമ്മൾ മുതലെടുക്കുക എന്നതല്ലാതെ യാതൊരു നിർവാഹവുമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമുക്കെല്ലാവർക്കും ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ നിമിഷങ്ങളിലും എല്ലാ വിധത്തിലുള്ള നന്മകളും ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സമയം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള എല്ലാ ശൈത്താനിയത്തിൽ നിന്നും അല്ലാഹു തആല നമ്മളെ അകറ്റുമാറാവട്ടെ. അല്ലാഹു നമ്മൾ അത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.